നമ്മൾ തുടങ്ങാം അല്ലേ? നീണ്ട മണിക്കൂർ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് MP പറഞ്ഞതുപോലെ താഴെത്തട്ടിൽ അവഗണിക്കപ്പെട്ട സംഘടിതരല്ലാത്ത സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ മണിക്കൂറുകളോളം കേട്ടത്. ഞാൻ അവിടെ പറഞ്ഞു, ഒരു ചാറ്റൽ മഴയാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും അതൊരു പെരുമഴ ആയി ഞങ്ങൾ അനുഭവത്തിൽ അതൊരു പെരുമഴയായി നമുക്ക് മാറി എന്നുള്ളതാണ് സത്യം. കാസർഗോഡ് ജില്ലയുടെ പൊതു ബാക്ക്വേർഡ്നെസ്, ആ ബാക്ക്വേർഡ്നെസിന്റെ അകത്ത് ഭരണകൂടത്തിന്റെ പിന്തുണയില്ലായ്മ, അവഗണന ഓരോരോ ആളുകളും എണ്ണി എണ്ണി പറയാണ്. നമുക്കറിയാം ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ടായ, കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രശ്നമുണ്ടായ ഒരു ജില്ലയാണ് ഈ ജില്ല. എൻഡോസൾഫാൻ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിൽ കാസർഗോഡായിരിക്കും അതിന്റെ ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നത്. തലമുറ അതിന്റെ പ്രയാസങ്ങൾ വരികയാണ്. ഞങ്ങളൊക്കെ ട്രെയിനിൽ ചിലപ്പോൾ കുട്ടികളെ കാണാറുണ്ട്, തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ അവരുടെയൊക്കെ ഒരു വികൃതമായ ശരീരവും ആകൃതിയും പ്രകൃതിയും കാണുമ്പോൾ മനസ്സിനകത്ത് വളരെ ദുഃഖമാണ്. അതിനോടൊരു സഹതാപപൂർവ്വം പെരുമാറാൻ ഒരു ഗവൺമെന്റ് തയ്യാറില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന പരാതികൾ. ചികിത്സാ രംഗത്ത് ഈ ജില്ല ഏറ്റവും പിറകോട്ടാണ്. ഒരു മെഡിക്കൽ കോളേജ്, ഉമ്മൻചാണ്ടി കൊടുത്ത മെഡിക്കൽ കോളേജ്, അത് തൊട്ടു നോക്കാൻ പോലും ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയോട് ആരോഗ്യ രംഗത്ത് ഒരു സർക്കാർ കാണിക്കുന്ന അവഗണനയോ നെറികെട്ട ഒരു നയോ അല്ലേ എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമുണ്ടോ? അതുപോലെ തന്നെ നമ്മളെ ടാറ്റന്റെ അല്ലേ 50 കോടി രൂപ ഇവിടെ ഒരു ആശുപത്രിക്ക് വേണ്ടി ടാറ്റ നീക്കി വെച്ചിട്ട് അതിന് തുടക്കം കുറിച്ചിട്ട് അതിന് ഒന്ന് കൊണ്ടുവരാനും അത് പൂർത്തീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവെന്ന് വേണ്ട, ടാറ്റയുടെ ഖജനാവെന്ന് വന്ന പൈസയാണ്. ആ പൈസ പോലും ഈ ജില്ലയുടെ ഒരു ഗുണകരമായ ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്ത ഒരു ഗവൺമെന്റാണ് സത്യത്തിൽ ഈ കേരളത്തിലുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് കേട്ടിടത്തോളം നമുക്ക് ദുഃഖകരമായി പറയാവുന്ന ഒരുപാട് സംഭവങ്ങൾ, കണ്ണു നിറഞ്ഞ സംഭവങ്ങളൊക്കെയുണ്ട്. മത്സ്യത്തൊഴിലാളി യൂണിയൻ ആളുകൾ, കർഷകന്മാർ, നമ്മുടെ ഈ അടക്ക കർഷകന്മാരുടെ സംഘടനകൾ, അതുപോലെ അമ്പല രംഗത്തുള്ള ദേവസ്വം രംഗത്തുള്ള ആളുകളുടെ സംഘടനകൾ ഇതെല്ലാം കേട്ട് നമ്മൾക്ക് മടുത്ത് നമ്മൾ സങ്കടപ്പെട്ടു. അവർക്ക് അവസാനം ഒരു വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഐക്യജനാധിപത്യം വേണ്ടി അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങളോടൊക്കെ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ ആ പ്രശ്നങ്ങൾ കയ്യിലെടുക്കും, ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പരമാവധി ചെയ്തു കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഞാനും അവർക്ക് ഉറപ്പ് നൽകി അവരെ സമാശ്വസിപ്പിച്ചാണ് അവരെ വിട്ടത്. ഇതിവിടെ രണ്ട് വ്യത്യാസം നിങ്ങളിവിടെ കാണുന്നത്. ഞങ്ങളിവിടെ കണ്ടത് ചായ കുടിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ടവരുടെ സംഘടനകളുടെയും വ്യക്തികളുടെയും പ്രശ്നങ്ങളാണ്. ഞങ്ങളെപ്പോലെ തന്നെ നടത്തിയ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ അകത്ത് സമ്പന്നന്മാരുടെ ആളുകളുടെ യോഗമാണ് നടന്നത്. അവരെയാണ് കേട്ടത്, അവരെയാണ് കണ്ടത്, അവരോടൊപ്പമാണ് സമയം ചെലവഴിച്ചത്. രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം അത് മുഖവിലക്കെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം. ഞങ്ങൾ ആരോടൊപ്പം, പിണറായി വിജയനും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ആരോടൊപ്പം എന്നത് വലിയ പ്രശ്നമാണ്. അത് ഏതായാലും കാസർഗോഡ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്റെ വിശ്വാസം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സമരമുഖം നിങ്ങൾക്കറിയാം, കേരളത്തിൽ നമ്മളിത് തുറക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന്റെ അകത്തേക്ക് അണികളെ സജ്ജമാക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ ജാഥയിലൂടെ നമ്മൾ നിറവേറ്റുന്നത്. അതിനുള്ള എല്ലാ അനുകൂലമായ ഘടകങ്ങളും സാഹചര്യങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ആ പ്രവർത്തനത്തിനൊക്കെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാവണമെന്നതാണ് എന്റെ അപേക്ഷ. പ്രതിപക്ഷ നമ്മുടെ മാനന്തവാടിയിൽ ഇന്നും ഒരു ആനയുടെ കുത്തേറ്റ ഒരാൾ മരണമടഞ്ഞ വളരെ ദൗർഭാഗ്യകരമായൊരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ കേരളത്തിന്റെ വനാതിർത്തികളിൽ മുഴുവൻ വ്യാപകമായി മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം പോവുകയാണ്. അത് ഏറ്റവും രൂക്ഷമാകുകയാണ്.
കഴിഞ്ഞ 4-5 വർഷക്കാലമായി അത് അതിന്റെ ഏറ്റവും ഉയർന്ന തോതിലേക്ക് പോവുകയാണ്. കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ഒരു 30 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമാണ് ഇതിന്റെ ഇരയായി മാറുന്നത്. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ വയനാട് ജില്ലയുടെ ചാർജുള്ള ആളാണ് വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ. അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയുമാണ്, വയനാട് ജില്ലയുടെ ചാർജുള്ള ആളുമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ അവിടെ 5 കടുവകളാണ് ഈ ബത്തേരി നിയോജകമണ്ഡലത്തിൽ മാത്രമുള്ളത്. ആ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ആ വിഷയം കൊണ്ടുവന്ന MLA പരിഹസിക്കുന്ന രീതിയിലാണ് വനം മന്ത്രി സംസാരിച്ചത്. ഇത് ഈ ആന നേരത്തെ ഇറങ്ങിയതാണ്, അതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ്. ഒരു ചെറുവിരൽ ഈ വനം മന്ത്രി കൂട്ടരും ഈ വകുപ്പും ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യനെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുകയാണ്. വനം വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യത പോലും ഇല്ല. അദ്ദേഹം ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, രാജിവെക്കണമെന്നാണ്. ഈ വന്യജീവി സംഘർഷങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാൽ പോലും അതിനോട് യാന്ത്രികമായ മറുപടിയാണ്. ഒരു കാര്യം ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞ തുകയാണ്. 6-7 മാസമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല മരിച്ച ആളുകൾക്ക്. ഈ വന്യജീവി സംഘർഷത്തിൽ മരണം നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെടുന്നത്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇല്ലാതായാൽ കിഴങ്ങ് കൃഷി മുഴുവൻ പന്നി നശിപ്പിച്ചു. തീരെ ഈ വനാതിർത്തിയിൽ നാളികേരം മുഴുവൻ കുരങ്ങനിട്ട് കൊണ്ടുപോവുകയാണ്. ആന കയറി വാഴയും മറ്റ് കൃഷി എല്ലാം നശിപ്പിക്കുകയാണ്. സങ്കടങ്ങളാണ്. ഇന്ന് തന്നെ ഞങ്ങളുടെ യോഗത്തിൽ ഒരാൾ അയാൾ കരഞ്ഞുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത് വിഷയം. നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കേസാണ്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് ബിനു ജോൺ തൂവലിന്റെ കേസ്. അദ്ദേഹത്തിന് ഇതുവരെ 1 രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കപ്പയും കൃഷിയും എല്ലാം തുടർച്ചയായി വന്യജീവിയുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. മക്കളുടെ പഠിത്തം വരെ നിർത്തി പണമില്ലാത്തതുകൊണ്ട് കർഷകൻ. അപ്പൊ ഈ സങ്കടങ്ങളൊന്നും കാണാത്ത കണ്ണും കാതും മനസ്സും എല്ലാം മൂടി വച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ച് പോലും ഒരു ചർച്ചയില്ല. ബജറ്റിൽ പുതിയ ഒരു കാര്യവും പറയുന്നില്ല ഇതിനെ സംബന്ധിച്ച്. ഏറ്റവും ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സമരാജ്ഞിയുടെ ഭാഗമായി ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. എവിടെയെല്ലാമാണ് ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടത് ആ വിഷയങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മുഴുവൻ തകരാറിലായി. ഇന്നിപ്പോൾ കാസർഗോഡ് ഞങ്ങളെ കാണാൻ വന്ന ആളുകൾ മുഴുവൻ പെൻഷനില്ല, ക്ഷേമനിധി ആനുകൂല്യങ്ങളില്ല. കേരളത്തിലെ ക്ഷേമനിധികൾ മുഴുവൻ തകരുന്ന അപകടകരമായ കാഴ്ചയാണ് കാണുന്നത്. ക്ഷേമനിധികളിൽ സർക്കാർ അംശാദായം അടയ്ക്കുന്നില്ല. അവരടച്ച അംശാദായത്തിന്റെ ഈ അംഗൻവാടി ക്ഷേമനിധിയിൽ അംഗമായി ചേർന്ന് 62 വയസ്സായപ്പോ റിട്ടയർ ചെയ്ത് പുറത്തിറങ്ങിയ ആൾക്ക് 1 കൊല്ലമായിട്ട് ആനുകൂല്യം കിട്ടിയിട്ടില്ല, കൊടുക്കുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. എല്ലാ കാരുണ്യ പദ്ധതി പൂർണ്ണമായി തകർന്നു. അവർ കോടതി പോവാണ്. സ്വകാര്യ ആശുപത്രികളുടെ ഉടമകൾ കോടതി പോവാണ്. കാസ്പിന്റെ കാർഡ് സ്വീകരിക്കുന്നില്ല. കാരുണ്യ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്നില്ല. 10,300 കോടി രൂപ കാരുണ്യ പദ്ധതിയുടെ പേരിൽ കൊടുക്കാനുണ്ട്. വികസന പദ്ധതികൾ മുഴുവൻ സ്തംഭിച്ചു. കരാറുകാർക്ക് 10,000 കണക്കിനാണ് കൊടുക്കാനുള്ളത്, കോടികൾ കൊടുക്കാനുള്ളത്. ഒരു വികസന പദ്ധതികൾക്കും കരാറുകാർ എടുക്കുന്നില്ല പല സ്ഥലത്തും. അതുപോലെയുള്ള വിഷയങ്ങളാണ് സംസ്ഥാനത്ത് രൂക്ഷമായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഫാസിസ്റ്റ് സർക്കാരാണ്. ആ ഫാസിസ്റ്റുകളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സന്ധി ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതും കൂടി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അനാവരണം ചെയ്യും. മോഡി സർക്കാരിന്റെ വിദ്വേഷ ക്യാമ്പയിന് എതിരായിട്ട് കൂടിയാണ് ഈ സമരാഗ്നി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ധൂർത്തിനും അഴിമതിക്കും കൂടി എതിരായിട്ടാണ് സമരാഗ്നി പോകുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇന്നലെ നടന്ന കാസർഗോഡത്തെ ഉദ്ഘാടന സമ്മേളനം തന്നെ എത്രമാത്രം ആകാംക്ഷയോട് കൂടിയാണ്, ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കാണുന്നു. ഞങ്ങൾക്കും മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിന് വലിയ പ്രചോദനമാണ് കാസർഗോഡ് ഇന്നലെ നടന്ന മഹാസമ്മേളനത്തിലൂടെ ലഭ്യമായത്. ഞങ്ങളിപ്പോ കാസർഗോഡത്തെ വിഷയങ്ങൾ എല്ലാം ഞങ്ങൾ തയ്യാറാക്കി. കാസർഗോഡിന്റെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി ഞങ്ങളവിടെ വാക്കുകൊടുത്തിട്ടുണ്ട്. കാസർഗോഡിന്റെ വിഷയങ്ങളെല്ലാം ചേർന്ന്
ഇത് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും ഞങ്ങൾ ആ ഡോക്യുമെന്റ് ഇവിടെ വന്ന് ആ ഡോക്യുമെന്റ് റിലീസ് ചെയ്യും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ പുറകെ, വകുപ്പുകളുടെ പുറകെ, കേന്ദ്രത്തിലും കേരളത്തിലും അതിൻ്റെതായ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായ ചുമതല MLA-മാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയാണ്. ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് എന്നതിന്റെ പരിമിതികളുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രത്യേക പ്രിവിലേജും ഉണ്ട്, പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് എന്നതിന്റെ. അത് രണ്ടും മനസ്സിലാക്കി ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇപ്പൊ എൻഡോസൾഫാന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ നിരന്തരമായി, ഞാൻ തന്നെ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. വീണ്ടും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ എൻഡോസൾഫാൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് ധരിപ്പിച്ച് ഒരു റിസൾട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും. കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പ്രഭാകരൻ കമ്മീഷൻ ഉണ്ടായത്. ആ കമ്മീഷനിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും പിന്നീടൊന്നും യാഥാർത്ഥ്യമായില്ല. അന്നത്തെ കാലത്ത് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടതാണ്, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതാണ്. അത് മുന്നോട്ട് പോയില്ല. താലൂക്ക് ആശുപത്രി മോശമായി, ജനറൽ ആശുപത്രി മോശമായി, അമ്മയും കുഞ്ഞിന്റെ ആശുപത്രി മോശമായി. കാസർഗോഡുകാർക്ക് ആരോഗ്യ ഒരു സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോവാണ്. അപ്പൊ കാസർഗോഡ് പാക്കേജ് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്, പണ്ടും പ്രഖ്യാപിക്കാറുണ്ട്. അതിൽ കുറെയെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളെ പോലെ ഞങ്ങൾ പ്രവർത്തിക്കും. അതാണ് പറയാനുള്ളത്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായുള്ള രാഷ്ട്രീയ പ്രചാരണം എന്നാണ് മുദ്രാവാക്യത്തിൽ ലക്ഷ്യമിട്ടത്. പലപ്പോഴും ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിലും പൊതുവെ ഉയർന്ന വിമർശനങ്ങളെല്ലാം കൂടുതൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങളാണ് പൊതുവെ ഇന്നലെല്ലാം കണ്ടത്. അത് മുഴുവൻ പ്രസംഗങ്ങൾ കേൾക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയാണത്. ഉദ്ഘാടന പ്രസംഗത്തില് KC വേണുഗോപാൽ കേന്ദ്ര വിഷയങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ്. KPCC പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കേരള വിഷയങ്ങളാണ് കൂടുതൽ അദ്ദേഹം പറഞ്ഞത്, ഡിവൈഡ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ടാണ് പറഞ്ഞത്. അതാണ് അതിനത്. ഏറ്റവും കൂടുതൽ കേന്ദ്ര വിഷയങ്ങളാണ് ഇന്നലെ പറഞ്ഞത്, കേന്ദ്രത്തിനെതിരായിട്ടാണ്. ഇന്നലത്തെ ഉദ്ഘാടന പ്രാസംഗികനാണ് ഏറ്റവും കൂടുതൽ നേരെ സംസാരിച്ചത്. അതേ കണക്കുകൾ വെച്ചിട്ടാണ് അവരിറക്കിയ വൈറ്റ് പേപ്പറിനുള്ള മറുപടിയായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അധ്യക്ഷ പ്രസംഗത്തിലും KPCC പ്രസിഡന്റിന്റെ പ്രസംഗത്തിലും ഒക്കെ ഇത് രണ്ടും ഉണ്ടായിരുന്നു. കർണാടകയിൽ നിന്നുള്ള ആനകളടക്കം നിരന്തരം വയനാട്ടിലൊക്കെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തർ സംസ്ഥാന വിഷയമായി മാറുന്നത്. വയനാട്ടിലെ MP എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഇത് പാർലമെന്റിൽ ഉന്നയിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട, വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. അത് പാർലമെന്റ് ഇപ്പോ ഇന്ന് കഴിയുകയാണ്. കിട്ടുന്ന അദ്ദേഹം ജാഥയിലാണ്. കിട്ടുന്ന അവസരത്തിൽ ഇനിയിപ്പോ ഇലക്ഷനല്ലേ, ഇനിയിപ്പോ ഇലക്ഷനിലേക്ക് പോവല്ലേ, ഈ പാർലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമല്ലേ, ഇനി പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അവതരിപ്പിക്കും. അത് മാത്രമല്ല വഴിയുടെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെന്നുള്ള രാത്രികാല യാത്രയൊക്കെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത് KPCC പ്രസിഡന്റ് ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്. അത് UDF-ന്റെ ചർച്ചകളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി. ഇനി ഔദ്യോഗികമായി 14-ാം തീയതി അത് പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസുമായിട്ട് യാതൊരുവിധ സംഘർഷവും ഇല്ല. അല്ല നമ്മളിപ്പോ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളവരോട് പിന്നെ യാതൊരു തർക്കമില്ല. കേരള കോൺഗ്രസിന്റെ കയ്യിൽ സീറ്റ് ഗൗരവപ്പെട്ടെന്ന് ചോദിച്ചിട്ടില്ല. തമാശ തന്നെ പറഞ്ഞത് ഞാൻ ചോദിക്കും, അങ്ങനെയല്ലേ പറഞ്ഞു, ചോദിക്കും. അല്ല, അവരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. യാതൊരു തർക്കമില്ലാതെ അവരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. 14-ാം തീയതി UDF യോഗം ചേർന്ന് സീറ്റ് വിഭജനം ഒരു തർക്കമില്ലാതെ പ്രഖ്യാപിക്കും UDF-ലെ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അസൗകര്യം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നേനെ. ലീഗിന്റെ യോഗം തങ്ങളുടെ സ്ഥലത്തില്ലായിരുന്നു, ചേരാൻ പറ്റിയില്ല. നമ്മൾ 5-ാം തീയതി ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ ചർച്ചകളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ലീഗുമായിട്ട് ഞങ്ങൾ ചർച്ചകൾ തുടരുന്നുണ്ട് വേറെ ചില കാര്യങ്ങൾ സംബന്ധിച്ച്. ഇല്ല, അത് കാര്യമില്ല, അതിൽ കാര്യമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ പറയാൻ പാടില്ലല്ലോ. നമ്മൾ UDF യോഗം കൂടിയിട്ടല്ലേ തീരുമാനിക്കണ്ട. ആ ചർച്ച പൂർത്തിയായതാണ്. കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച പൂർത്തിയായതാണ്.
ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലീഗുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് അവര് തങ്ങളുണ്ടായിരുന്നില്ല സ്ഥലത്ത്, അപ്പൊ അവർക്ക് അതിന്റെ യോഗം ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ 14-ാം തീയതിയിലേക്ക് ഞങ്ങൾ ജാഥയും കൂടി തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ കൂടിയുള്ള ദിവസം 13-ഉം 14-ഉം ജാഥയില്ല. അപ്പൊ 14-ാം തീയതി അതുകൊണ്ട് UDF വെച്ചത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നത്. ലീഗുമായിട്ടുള്ള ചർച്ച ഞങ്ങൾ തുടരുന്നുണ്ട്. ഞാൻ പറയാം, കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച പൂർത്തിയായെന്നും ലീഗുമായിട്ടുള്ള ചർച്ച തുടരുകയും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, INTUC-യുടെ പ്രതിഷേധത്തിൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനമില്ല. UDF ആണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. കോൺഗ്രസ് നേതൃത്വം ആണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് ആ ചർച്ച നടക്കുന്നത്. അവിടെ ആർക്ക് സീറ്റ് കൊടുക്കണം, UDF ആർക്ക് സീറ്റ് കൊടുക്കണമെന്ന് INTUC-യോ INTUC പ്രസിഡന്റോ പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോയ ഒരു വിഷയം ഉയർത്തിയാണ് എയർപോർട്ടിൽ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചഭക്ഷണത്തിന് കൊല്ലം പ്രേമചന്ദ്രനും അതുപോലെ തന്നെ BJD LDA കക്ഷികളായിട്ടുള്ള ആളുകൾ അതിന്റെ കൂടെ പ്രേമചന്ദ്രൻ മാത്രമാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനോ യാത്ര അയക്കാനോ പോയാലും ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്ര അയക്കാനും സ്വീകരിക്കാനും പോയതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ആ ഒരു നിപ്പുണ്ട്, അത് നമുക്ക് സാധാരണ കാണുന്ന ഒരു പിണറായി വിജയനല്ല. പിണറായി വിജയന്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. അതുപോലെ ആരുടെയെങ്കിലും മുമ്പിൽ അതുപോലെ അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലല്ലേ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുള്ളത്? നിങ്ങളുടെ ലൈബ്രറി മുഴുവൻ നിങ്ങൾ പരിശോധിക്കും. നിങ്ങളുടെ മാധ്യമങ്ങളുടെ എല്ലാ ലൈബ്രറിയും നിങ്ങൾ മുഴുവൻ പരിശോധിക്കും. അതുപോലെ പിണറായി വിജയൻ നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചു തരാം. അത് ഞങ്ങൾ ആ നിപ്പൊന്ന് ഞങ്ങളൊന്ന് പറഞ്ഞൊന്നും അല്ലാതെ പോയതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. പ്രധാനമന്ത്രി വരുമ്പോ പോകുന്നതിൽ എന്താ തെറ്റ്? പോകുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിനോ പ്രധാനമന്ത്രിയെ യാത്ര ചെയ്യാൻ പോകുന്നതിനോ ഒരു തെറ്റില്ല. ഞാൻ അന്ന് പറഞ്ഞല്ലോ തെറ്റില്ലെന്ന്. അല്ലല്ല, അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ. അല്ല, ഇപ്പൊ താങ്കൾ എഴുതി തന്ന പോലെ അല്ലല്ലോ നമ്മൾ വിമർശിക്കുന്നത്. ഞങ്ങൾക്ക് വിമർശിക്കണമെന്നല്ല, ചിലപ്പോ രാഷ്ട്രീയത്തിൽ പരസ്പരം വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. അല്ല, വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും. അതിപ്പോ നിങ്ങളോട് ആരുടെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തോന്നുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലല്ല, പിന്നെ നിങ്ങൾ അതിന്റെ അതേ ചോദ്യം. അതല്ല അത് തന്നെയാ പറഞ്ഞത്. ചോദിച്ചാലും മറുപടി തന്നെ പറഞ്ഞത്. അല്ല, മറുപടി തന്നെ പറഞ്ഞത്. ചോദിച്ചാലുള്ള മറുപടി നിങ്ങളെ ഞാനൊരു കാര്യം ചോദിക്കാം. ഇത്രയും ഭവ്യതയോടെ ഒരാളെ മുൻപിൽ പിണറായി വിജയൻ ഒരു ഫോട്ടോ വേറെ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? ജനം വിലയിരുത്തുന്നുണ്ട്. ഒരു മനുഷ്യന്റെ എല്ലാ ഭാവപ്രകടനങ്ങളും മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ്. ഞങ്ങൾ പറഞ്ഞതിൽ രാഷ്ട്രീയം ഉണ്ടെന്നേ. രാഷ്ട്രീയമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട മത്സരിക്കുമെന്ന് പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു. അത്തരത്തിലുള്ള തീരുമാനം ഞാനല്ല തീരുമാനിക്കേണ്ടത്, AICC തീരുമാനിക്കേണ്ടത്. എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരെ അറിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനം അവിടെയാണ്. പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെ ഒരു മത്സരിക്കണം. അല്ല, ഞാൻ പറയാം, അദ്ദേഹം ആദ്യം തന്നെ എടുത്തിരുന്ന സ്റ്റാൻഡ് അത് തന്നെയാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നത് ആണ് എനിക്ക് താല്പര്യമെന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വമാണ് ഫൈനലായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിനകത്ത് ഒരു വിവാദമില്ല, ഒരു കാര്യമില്ല. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാർട്ടിയല്ലേ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി തീരുമാനം എടുക്കും. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കും. അദ്ദേഹം ഞങ്ങളെയും അവരെയും ഒരേപോലെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന MP തന്നെ ഇന്നലെ കാസർഗോഡിനെ ഉണ്ടാകും, ഉൾപ്പെടെ കാസർഗോഡേക്ക് വോട്ട് മാറ്റി എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉദ്ഘാടകനും വന്നു കണ്ടു കീഴടക്കി എന്ന രീതിയിലാണ് വിശേഷം. ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്ന നിലയിൽ കാസർഗോഡ് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പാർട്ടിക്ക് UDF-ന് എല്ലാം ഭയങ്കര നിറഞ്ഞ അഭിമാനമാണുള്ളത്. കാരണം അത്രമാത്രം ജനകീയനായി. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പറഞ്ഞത് വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ്. പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഈ കാസർഗോഡ് മണ്ഡലത്തിലുണ്ടോ? അവര് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു MP കാണുന്ന ഇപ്പല്ലേ.
എപ്പി ഭയങ്കര ഇത്രയും വിസിബിലിറ്റി ഉള്ള ഇത്രയും കാര്യം ഇന്ന് തന്നെ അവിടെ ചർച്ച ചെയ്യാൻ വന്ന ആളുകൾ മുഴുവൻ ഒരു 75% പേരും അവരുടെ വിഷയത്തിൽ ഞങ്ങളുടെ MP ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ കോൺഗ്രസ്സുകാരൊന്നുമല്ലല്ലോ അവിടെ വന്നു വരുന്നു. ഞങ്ങളുടെ വിഷയത്തിൽ MP വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സമരത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വിഷയം അദ്ദേഹം പെൻഡോ സൽഫാൻ കാര്യം വന്നിട്ട് അമ്പലത്തറ കുഞ്ഞേഷേട്ടൻ പറഞ്ഞത് ഈ MP ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞിട്ട് പാർലമെന്റിൽ ആദ്യം അദ്ദേഹം അവതരിപ്പിച്ച വിഷയം എൻഡോസൾഫാൻ വിഷയമാണ്. അപ്പൊ ഞങ്ങൾക്ക് കാസർഗോഡത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും എല്ലാവരെയും കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചതാണ്. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തീരുമാനം UDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകും. കാര്യമൊക്കെ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ മൂന്നാം സീറ്റ് ആവശ്യം അത് പ്രായോഗികമല്ല എന്നത് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചത്. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ വെറുതെ ഉള്ള വാർത്തകളാണ്. ഞങ്ങൾ ചർച്ച നടക്കുമല്ലേ, ചർച്ച നടക്കണമെങ്കിൽ ഒരു വാർത്തയും പുറത്തു പോവില്ല. പിന്നെ ഊഹത്തിലുണ്ടാക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുമായിട്ടുള്ള ചർച്ചകളുടെ യഥാർത്ഥ സ്ഥിതിയെ സംബന്ധിച്ച് ഒരു വാർത്തയും പുറത്തു പോയിട്ടില്ല. പിന്നെ ഊഹത്തിൽ പറയാം ലീഗ് അങ്ങനെ ചോദിച്ചു, ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രായോഗിക ഇതൊരു ചർച്ചയല്ലേ? ഇതൊക്കെ ഇതിന് ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നത്. വളരെ കോഡിയലായിട്ട് വളരെ ഭംഗിയായിട്ട് ആ ചർച്ച തുടരുകയാണ്. അതിപ്പോ എന്തായാലും റിസൾട്ട് 14-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിക്കില്ലേ. ഞങ്ങളിപ്പോ ഈ ആ ചർച്ചയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയണത് ശരിയാണോ? എന്തൊരു ഇംപ്രോപ്രൈറ്റി ആവും ആ ചർച്ചയിൽ. ആരെങ്കിലും പറഞ്ഞ അഭിപ്രായം, ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം, അവര് പറഞ്ഞ അഭിപ്രായം, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ചർച്ചയുടെ ഗ്രേസ് മുഴുവൻ പോയില്ലേ? അപ്പൊ നിങ്ങൾ എന്നെ കുരുക്കല്ലേ ചോയ്സ്? എന്നെ ആ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അത് തന്നെയല്ലേ. പിന്നെ ഇവിടെ മാറാൻ പറ്റില്ലല്ലോ. ദേശീയ പാർട്ടിയല്ലേ. CPMന്റെ പോലെ അല്ലല്ലോ നമ്മള്. CPM സ്വകാര്യ സർവകലാശാലകൾ പാടില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല. ഇവിടെ ബജറ്റിൽ സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നു. അതുപോലെയല്ല, ഞങ്ങൾ ദേശീയ പാർട്ടിയാ. എന്ത് തീരുമാനം അവിടെ എടുത്താലും അത് ഞങ്ങൾക്ക് കൂടി ബാധകമാണ്. ഈ സമരാഗ്നി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിമർശനം നവകേരള സദസ്സിന്റെ തനി KPAD-യാണ്. കാരണം പ്രഭാത യോഗങ്ങൾ നടത്തുന്നു. അത് അങ്ങനെ ഒരു വിമർശനം അതാണ് KPCC പ്രസിഡന്റ് ആദ്യമേ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത്. നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് പറഞ്ഞത്. നവകേരള സദസ്സിലെ പൗരപ്രമുഖരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പോലെ ആയിരുന്നോ ഇന്നത്തെ മീറ്റിംഗിൽ വന്ന ആളുകൾ ആരാ? ദുരന്തം അനുഭവിക്കുന്ന അല്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്യുന്നതല്ലേ. ദുരന്തം ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ, രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരിപാടി കോപ്പി അടിച്ചാണോ പിണറായി വിജയൻ ഞങ്ങൾ ചോദിച്ചാലോ? രാഹുൽ ഗാന്ധി എത്ര ഗ്രൂപ്പിനെ കണ്ടു? തിരുവനന്തപുരം മുതൽ അദ്ദേഹം ഇവിടെ ആ അതിർത്തി കടന്നു പോകുന്നത് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് കാണേണ്ടത്, ആരൊക്കെയാണ് സംസാരിക്കേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെയായിട്ട് സംസാരിച്ചു. അത് കൂടാതെ അദ്ദേഹം നടപ്പിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തി. എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് പല വിഷയങ്ങളും സംസാരിച്ചത്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ടെക്നോക്രാറ്റുകൾ, അതുപോലുള്ള വലിയ എഴുത്തുകാർ, ആക്ടിവിസ്റ്റുകൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് സംസാരിച്ചു. അതൊരു പുതുമയായിരുന്നു. പൗരപ്രമുഖരല്ലല്ലോ, പൗരപ്രമുഖർ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് 10 പേർക്ക് സംസാരിക്കുക. ആ 10 പേരുടെ പേര് നേരത്തെ എഴുതി കൊടുക്കും. നിങ്ങൾ കണ്ടല്ലേ അവിടെ പോയിട്ട്? നിങ്ങളെ കയറ്റിയാന്ന് എനിക്ക് സംശയമുണ്ട്. അതില് നിങ്ങളെ കയറ്റിയില്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ? അവരെടുത്തിട്ട് പുറത്തേക്ക് തരുമായിരുന്നു. അവിടെ അവര് എന്താണ് ഈ സ്റ്റേജ് മാനേജറായിരുന്നു പരിപാടി. 10 പേരെ അവര് തീരുമാനിച്ച് ആ 10 പേരോട് ചോദ്യം ചോദിക്കാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന 10 പേരാണ്. ഇന്ന് അതല്ലല്ലോ. അവിടെ വന്ന ഞങ്ങൾ നേരത്തെ അറിയിച്ചു. അവിടെ വന്ന മുഴുവൻ ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില വിഷയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ അഭിപ്രായം പറഞ്ഞു. കാരണം പല ആംഗിൾ വരാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ഞങ്ങളതെല്ലാം നോട്ട് ചെയ്ത് ഞങ്ങളെല്ലാം ആ മറുപടി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു. ആ പരിപാടി ഇതുകൊണ്ട് യാതൊരു താരതമ്യമില്ല. അത് വലിയ വലിയ ആളുകളുടെ ഡൽഹിയിലെ സമരത്തിന് ശേഷം കോൺഗ്രസിന് അല്പം ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംഘപരിവാർ വിരുദ്ധത ഇടതുപക്ഷം വലിയ തോതിൽ അതൊരു നാഷണൽ മൂവ്മെന്റ് എന്ന രീതിയിലൊക്കെ
വിലയിരുത്തലും അത് ഇടതുപക്ഷം ആ രീതിയിൽ അത് വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആശങ്ക UDF ആകെ ഉണ്ടോ? അതിൽ എന്തായാലും CPM ഒരു ഭയങ്കരമായ നാഷണൽ മൂവ്മെന്റ് നടത്തും എന്നുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല. കാരണം അതിനുള്ള ശേഷിയൊന്നും CPM-നില്ല. നമ്പർ ഇത് എവിടെയുള്ളത്? ഒന്ന്. രണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, BJP ദേശീയ തലത്തിൽ ചെയ്യുന്ന എന്താ? കമ്മ്യൂണൽ പോളറൈസേഷനാണ്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുന്നത്. സെയിം സ്റ്റാൻഡ് പരിപാടിയാണ്. താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതുണ്ട്. ആ ചോദ്യത്തിൽ ഉത്തരവുണ്ട്. CPM കേരളത്തിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM കേരളത്തിൽ നടത്തുന്നത്. BJP-യുടെ അതേപോലെ. താങ്കളുടെ ചോദ്യത്തിലാണ് ആ ഉത്തരവുള്ളത്, കൃത്യമായ ഉത്തരവുള്ളത്. ഞങ്ങളെന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്ന പാർട്ടിയല്ലേ. ഞങ്ങളുടെ സെക്യുലറിസം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നേരിടുന്നത്. ഞങ്ങൾ മോഡിയെ നേരിടുന്നത് എങ്ങനെ? മോഡിയുടെ ഹേറ്റ് ക്യാമ്പയിൻ ഞങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നേരിടാൻ പോകുന്നത്. എന്തിനാ UDF തിരിച്ചടിയാവുന്നത്? ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെച്ച് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമാണെന്ന് പറയുന്നു. ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്. ചില പോയിന്റ് ഇവരെല്ലാം 18 MP-മാരും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. 14-ാം ധനകാര്യ കമ്മീഷന്റെയും 15-ാം ധനകാര്യ കമ്മീഷന്റെയും തമ്മിലുള്ള ഡെവല്യൂഷൻ ഓഫ് ടാക്സിലുള്ള കുറവ്. ഞാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡൽഹിയിൽ സമരത്തിന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത കത്തിലും ഞങ്ങൾ ആ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന കേസാണ് അത്. കർണാടകത്തിലെ ഞങ്ങളുടെ ഗവൺമെന്റും ഹിമാചലിലെ ഞങ്ങളുടെ ഗവൺമെന്റും ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ, കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ ഗവൺമെന്റുകൾ ഉന്നയിക്കുന്ന. പക്ഷെ ഇവര് പറഞ്ഞ് ഈ 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അത് ഞങ്ങൾ നിയമസഭയിൽ പൊളിച്ചടിക്കല്ലോ. ധനകാര്യമന്ത്രി അയച്ചിരിക്കുന്ന കത്തും തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഉൾപ്പെടെയുള്ള കണക്കുകൾ കാണിച്ച് 3100 കോടി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ആ കണക്കിന് കിട്ടാനുള്ള പൈസ. പിന്നെ ഇവർ കണക്കാക്കിയേക്കുന്നത് ധനപ്രതിസന്ധിയുടെ കൃത്യമായ കണക്കും അതിന്റെ കൃത്യമായ പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകുമായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം PMA സലാം ലീഗ് നേതാവ് പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ്. അല്ല, ഞങ്ങളിതെല്ലാം കോമൺ ആയിട്ടല്ല UDF-ന്റെ തീരുമാനമല്ല പറഞ്ഞത്. UDF ആണ് തീരുമാനിച്ചത്. കോൺഗ്രസ് തീരുമാനമെടുത്തു, എല്ലാ പാർട്ടികളും തീരുമാനമെടുത്തു. ഏകകണ്ഠമായി UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഒരേപോലെ പറഞ്ഞു, ഒരു കാരണവശാലും ഇവരുടെ കൂടെ സമരത്തിന് പോകരുത്. ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ഇവരുടെ അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത. ഞങ്ങൾ പറഞ്ഞല്ലോ, 1000 പേര് GST വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുക. സ്വർണത്തിൽ നിന്നുള്ള നികുതി കിട്ടുന്നില്ല, ബാറിൽ നിന്നുള്ള നികുതി കിട്ടുന്നില്ല, നികുതി പിരിവിലൊക്കെ പരാജയപ്പെട്ടു ഗവൺമെന്റ്. പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം പോലും കൃത്യമായിട്ടത് ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റിയില്ല. കേരളത്തിലെ കോൺഗ്രസും UDF-ഉം എതിർക്കുമ്പോഴും ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിന് രാജ്യവ്യാപകമായി വലിയൊരു പിന്തുണയാണ് ലഭിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ DK ശിവകുമാറാണ് കേരളത്തിന്റെ ആവശ്യം ന്യായമാണ്, സമരം ന്യായമാണെന്ന് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. DK ശിവകുമാർ ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ അരവിന്ദ് കെജ്രിവാൾ വന്നായിരുന്നു, വേറെ ഒരാൾ വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞതാണ്. അല്ലല്ല, ഞങ്ങൾക്ക് കോമൺ കോസ് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കോമൺ കോസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഡെവല്യൂഷൻ ഓഫ് ടാക്സ് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം. അത് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണമായ ഒരുപാട് വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനല്ലേ ആദ്യം പറഞ്ഞത്, വിശദീകരിച്ചത്. അതൊന്നുമില്ല. പിന്നെ ഇതൊരു ദേശവ്യാപകമായ മൂവ്മെന്റ് ആയി മാറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയല്ല. അത് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഈ ധനകാര്യ കമ്മീഷൻ വന്നിട്ട് 5 കൊല്ലായി. എന്നിട്ട് ഇതുവരെ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഈ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് തലേന്നത്തെ പോയി സമരം ചെയ്യുന്നത് ഇപ്പോ വഷളായി കഴിഞ്ഞപ്പോ, ഗവൺമെന്റ് പ്രതിരോധത്തിലായി കഴിഞ്ഞപ്പോഴല്ലേ, സർക്കാർ പ്രതിരോധത്തിലായി കഴിഞ്ഞപ്പോഴല്ലേ ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ ഈ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോകുന്നത്. അത് ഞങ്ങൾ സമരം ചെയ്തു, ഞങ്ങളുടെ സമരം അതിപ്പോ നവകേരള സദസ്സ് ഗംഭീരമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും വിചാരിക്കുന്നത്, മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തട്ടെ? നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ സമരാഗ്നി ഗംഭീരമാണെന്ന്. ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, ജനങ്ങളൂടി വിലയിരുത്തണം. മുഖ്യമന്ത്രിയുടെ വിശ്വാസം നവകേരള സദസ്സ് ഭയങ്കര ഗംഭീരമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നുള്ള വേറെ പ്രശ്നം.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിലവിൽ 20 എംപിമാരിൽ ആകെ ഒരു വനിതാ പ്രതിനിധി മാത്രമേ ലോക്സഭയിലുള്ളൂ. അതിൽ 19 പേരിൽ ഒരാൾ മാത്രം, ആലപ്പുഴ എം പി മാത്രമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ആലപ്പുഴ സീറ്റിലാണ് ഇനിയിപ്പോൾ കാര്യമായ സിറ്റിംഗ് എം പി അല്ലാത്തൊരു സാധ്യതയുള്ളത്. അപ്പോൾ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നുള്ളൊരു പൊതുവായിട്ടുള്ള കോൺഗ്രസിന്റെ ആവശ്യം മുന്നോട്ട് വന്നു. കോൺഗ്രസ് സീറ്റ് ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. അതെന്തായാലും വനിതാ സ്ഥാനാർത്ഥി വേണമെന്നൊരു ആവശ്യം പറയാൻ പറ്റും. എപ്പോഴും നമുക്ക് ഒരു സാധ്യതയുണ്ടെങ്കിൽ വനിതാ സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ തൃക്കാക്കര ബൈ ഇലക്ഷൻ വന്നു, വനിതാ സ്ഥാനാർത്ഥി വന്നു. രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് വന്നു, വനിതയ്ക്കാണ് കൊടുത്തത്, കോൺഗ്രസ് കൊടുത്തത്. അപ്പോൾ എപ്പോൾ നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വനിതയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. ഇപ്പം ഞാൻ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തത് സീറ്റ് ചർച്ചയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല, അതുകൊണ്ടാണ്. ആലപ്പുഴയിലും പരിഗണിക്കും. അല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സീറ്റ് ചർച്ചയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല, വിശദമായ ചർച്ച. അല്ല, അങ്ങനെ എന്തൊക്കെ നമ്മളിപ്പോ അതിശയോക്തിപരമായി സമരാജ്ഞിയെ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വയം വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സ് ഭയങ്കര സംഭവമായിരുന്നു, അത് കണ്ട് പ്രതിപക്ഷത്തിന് ഹാലളകി, അസൂയ വന്നു എന്നൊക്കെ പറഞ്ഞാൽ സമരാജ്ഞി ഒരു രാഷ്ട്രീയ പ്രചരണം കൂടിയാണ്, ഒരു സമര രീതിയാണ്. സർക്കാരിന്റെ ഇരു സർക്കാരുകളുടെയും തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ഇലക്ഷൻ കാലത്ത് മുമ്പ് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനും ഒരു സമരവുമാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങളെ നന്നായി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ സംഘടന ഇപ്പം നിങ്ങൾ തന്നെ ഇന്നലെ കണ്ടില്ലേ, കാസർഗോഡ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ പരിപാടി. എത്രയോ പരിപാടികൾ നിങ്ങൾ കോൺഗ്രസ് നടത്തുന്ന, UDF നടത്തുന്ന പരിപാടികളുണ്ട്. എത്രയോ ജാഥകൾക്ക് ഇവിടെ നിന്ന് തുടക്കമിട്ടിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തിന്റെ ഇടയിൽ കാസർഗോഡ് നിന്ന് തുടങ്ങിയ സംസ്ഥാന പരിപാടികളിലെല്ലാം പങ്കെടുത്ത ആളാണ് ഞാൻ. എന്നേക്കാൾ കൂടുതൽ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സുധാകരനും. എല്ലാ ജാഥകളിലും പൈലറ്റായി പോയി സംസാരിച്ചിരുന്ന ഞങ്ങളുടെ സ്റ്റാർ സ്പീക്കറായിരുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പൊ എനിക്ക് 25 വർഷമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 40 വർഷത്തെ ഓർമ്മയുണ്ടാവും. ഞാൻ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്ത് ഇത്രയും വലിയൊരു ഉദ്ഘാടന സമ്മേളനം കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞതിലെ ഏറ്റവും വലിയ സമ്മേളനം. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ അങ്ങോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുഖ്യമന്ത്രിയുടെ മാത്രം ജില്ലയിലല്ല, ഇത് KPCC പ്രസിഡന്റ് K സുധാകരന്റെ ജില്ല കൂടിയാണ്.